9ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ആനുവൽ എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് വന്നിട്ടുണ്ട്. 30% മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് റീ ടെസ്റ്റുകളും റെമഡിയൽ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് റീൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. 7ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 17 അവരുടെ ആനുവൽ എക്സാമിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കട്ടെ. അപ്പോൾ ഏപ്രിൽ 17 7ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ആനുവൽ എക്സാമിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുക. അതിനുശേഷം ഏപ്രിൽ 18 പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങളുടെ പാരൻസിനോട് നിങ്ങളുടെ പഠന നിലവാരത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന പാരൻസ് മീറ്റിംഗ് ഏപ്രിൽ 18 നടക്കുക. അതിനുശേഷം ഏപ്രിൽ 20 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ആനുവൽ എക്സാമിന് 30% മിനിമം മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നേടാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കുള്ള റെമഡിയൽ ക്ലാസ്. 30% മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 40 മാർക്കിൻ്റെ വിഷയങ്ങളാണെങ്കിൽ 12 മാർക്കും 80 മാർക്കിൻ്റെ വിഷയങ്ങളാണെങ്കിൽ 24 മാർക്കും എഴുത്ത് പരീക്ഷയിൽ നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് റെമഡിയൽ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ റെമഡിയൽ ക്ലാസ്സിൻ്റെ ഡേറ്റ് നോക്കി വെച്ചോ. ഏപ്രിൽ 20 മുതൽ 27 വരെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും ഒരു ക്ലാസ് എടുക്കുക. ഈ റെമഡിയൽ ക്ലാസ്സിന് ശേഷം എക്സാം നടക്കുന്നുണ്ട്. ആ എക്സാമിൽ പാസ്സാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വൃത്തിയായി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ 30% മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ഏപ്രിൽ 20 മുതൽ 27 വരെ നടക്കുന്ന റെമഡിയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അവിടെ വെച്ച് നിങ്ങൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നിങ്ങളെ പാസ്സാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. അതിനുശേഷം ഏപ്രിൽ 28 മുതൽ ഏപ്രിൽ 1 വരെയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് എന്ത് നടക്കുക? നിങ്ങളുടെ റീ ടെസ്റ്റിലെ അതായത് മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്തവരെ പാസ്സാക്കാൻ ഹെൽപ്പാക്കുന്ന റീ ടെസ്റ്റ് ഏപ്രിൽ 28 മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് നടക്കുക. അപ്പോൾ ഈ റീ ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്കവാറും പഠിച്ച് പാസ് മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് മിനിമം മാർക്ക് കിട്ടാത്തവരൊക്കെ ഈ റീ ടെസ്റ്റിൻ്റെ ഡേറ്റിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ റീൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 30% മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്തവർക്ക് റീ ടെസ്റ്റ് ഉണ്ടാകും. അപ്പം റിസൾട്ട് ഡേറ്റ് മറക്കണ്ട, ഏപ്രിൽ 17.